ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് വടകര റെയിൽവേ സ്റ്റേഷനിലാണേ. റെയിൽവേ സ്റ്റേഷനൊക്കെ പുതുക്കി പണി നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. 3-4 മാസങ്ങൾക്ക് മുമ്പേ റെയിൽവേ സ്റ്റേഷനിൽ വന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ കംപ്ലീറ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഞങ്ങൾ കോയമ്പത്തൂരൊക്കെ പോവാണ്. ലിയോന്റെ കണ്ണ് കാണിക്കാനുള്ള ഡേറ്റ് ഇന്നായിരുന്നു. 6 മാസം കൂടുമ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ കാണിക്കാറുള്ളത്. കോയമ്പത്തൂർ അരവിന്ദ് ഹോസ്പിറ്റലാണ് ഞങ്ങൾ കാണിക്കുന്നത്. കണ്ണിൻ്റെ മാത്രം ഹോസ്പിറ്റലാണ്. റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയ പാട് തന്നെ കുറേ ഓട്ടോക്കാർ ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അതിൽ കയറിയില്ല കേട്ടോ. അവിടെ ഭയങ്കര പൈസയാണ് ഓട്ടോറിക്ഷയ്ക്ക്. 300 രൂപയൊക്കെയാണ്. നമ്മളോട് ഇവിടെ ആദ്യമായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ പെട്ടുപോകും കേട്ടോ. ഇഷ്ടംപോലെ ബസ് ഉണ്ടാവും കേട്ടോ അരവിന്ദ് ഹോസ്പിറ്റലിലേക്ക്. നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ പേര് എഴുതിയിട്ടല്ല അവരെ ബസ് ഉണ്ടാവുക. 4, 2, 90A അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഉണ്ടാവുക. അറിയില്ലായിരുന്നു ബസ് ഏതൊക്കെയാണെന്ന്. അവിടെയുള്ള കടയിലൊക്കെ ചോദിച്ചിട്ടാണ് ഞങ്ങൾ വരാറുള്ളത്. ഇപ്പം അത് ശീലമായി. 6 മാസം മുന്നേ ഞങ്ങൾ കാണിക്കാൻ വന്നപ്പോൾ ഇത്ര സെറ്റപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം നല്ല എയർപോർട്ട് പോലെ ആക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആദ്യമായിട്ട് കാണിക്കുകയാണെങ്കിൽ 100 രൂപ മാത്രമാണ് കൺസൾട്ടേഷൻ ഫീസ് വരുന്നുള്ളൂ. നമ്മൾ ഉള്ളിലേക്ക് കയറിയപാട് തന്നെ നമ്മുടെ കയ്യിലൊരു ബാഡ്ജ് ഇട്ട് തരും. ആരാണോ പേഷ്യൻറ്റിൻ്റെ കൂടെ വന്നത് അവർക്കാണ് ബാഡ്ജ് ഇട്ട് തരിക. അങ്ങനെ ലിയോയുടെ കണ്ണും കാര്യങ്ങളൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഡോക്ടറെ അടുക്ക കാണിക്കാൻ വേണ്ടി കേട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഡോക്ടറൊക്കെ കണ്ട് ഡോക്ടർ പറഞ്ഞു അവന് നല്ലോണം ബെറ്റർ ആയിട്ടുണ്ട് കണ്ണ്. അതുപോലെ തന്നെ ഐ പാച്ച് എക്സസൈസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാനാണ് പറഞ്ഞത്. വേറൊന്നും കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇനി ഒരു 6 മാസം കഴിഞ്ഞിട്ട് പിന്നെയും കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി ഹോസ്പിറ്റലാണ്. അതുപോലെ തന്നെ സ്റ്റാഫും ഡോക്ടേഴ്സും ഒക്കെ അടിപൊളിയാണ്. കണ്ണിന്റെ മാത്രം ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ എല്ലാ ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ ആണ്. ഏതെങ്കിലും മക്കൾക്ക് ഇങ്ങനെ കണ്ണിന് ചെറിയ കോങ്കണ്ണ പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മളത് അങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല. പണ്ടുള്ള ആൾക്കാരൊക്കെ പറയും ഇത് കണ്ണ് കോങ്കണ്ണാണ്, അത് മാറില്ല എന്നൊക്കെ പറയും. പക്ഷെ അതൊക്കെ വെറുതെയാണ് കേട്ടോ. നമ്മളിവിടെ കാണിച്ചു കഴിഞ്ഞാൽ കുറേ ആൾക്കാരത് ഇങ്ങനെ മാറിയിട്ടുള്ളത് നമുക്ക് ഇവിടുന്ന് ഡോക്ടേഴ്സ് കാണിച്ചു തരും, പറഞ്ഞു തരുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അത്ഭുതമായിരിക്കും ഇങ്ങനെയുള്ള കണ്ണൊക്കെ മാറിയോ എന്നുള്ളതായിരിക്കും കേട്ടോ. ലിയോന് ശരിക്കും ഇങ്ങനെ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതിന് ചികിത്സ ഉണ്ടെന്ന് തന്നെ. കാരണം ഞരമ്പിന് ഇങ്ങനെ ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനത് എന്ത് ചെയ്യുമെന്ന് ഞാൻ ഒരു സെക്കൻഡ് സ്റ്റോപ്പായി പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്ത്. പക്ഷേ ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞിട്ടില്ല. ഇനിയും അവന് ഐ പാച്ച് എക്സസൈസ് ചെയ്യണം, കണ്ണട പ്രോപ്പറായിട്ട് വെക്കണം, എന്നാൽ മാത്രമേ പൂർണ്ണമായിട്ട് മാറുള്ളൂ. അപ്പോൾ നിങ്ങൾക്കറിയുന്ന ഏതെങ്കിലും ഒരു കുട്ടികളോ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കാണിച്ചു കൊടുക്കുക. അരവിന്ദ് ഹോസ്പിറ്റലിലേക്ക് വന്നാൽ മതി എന്ന് പറയുക. സർജറി കാര്യങ്ങളൊക്കെ ചെയ്താൽ എന്തായാലും ശരിയാവുന്നതാണ്. പിന്നെ വേറെന്താ, ഞങ്ങൾ കോയമ്പത്തൂരിൽ നിന്ന് നേരെ വടകരയ്ക്ക് ട്രെയിൻ കയറിയിട്ടുണ്ട്. ചോറും കാര്യങ്ങളൊക്കെ ട്രെയിനിൽ നിന്ന് തന്നെയാണ് കഴിച്ചത്. പുറത്തൊന്നും പോയി കഴിക്കാനുള്ളൊരു സമയം ഉണ്ടായിരുന്നില്ല. ട്രെയിൻ പെട്ടെന്ന് എടുക്കുന്നുണ്ടായിരുന്നു. ഇനി ഈ ട്രെയിൻ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ട്രെയിൻ മിസ്സാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ടാറ്റാ.